വളരെ ചില ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ഈ മെഗാ ഒപ്പീനിയൻ പോളിലൂടെ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. അതിലൊന്ന് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് അറിയാമോ എന്ന ചോദ്യമാണ്. കാരണം സമീപകാലത്ത് രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണിയാണ് അത്. അവിടെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ചേർന്ന് ഏതാണ്ട് 27ഓളം പാർട്ടികളുടെ ഒരു സംഘവുമായിരുന്നു. അപ്പോൾ അറിയാം എന്ന് 56% ആളുകൾ അഭിപ്രായപ്പെട്ടതും ശ്രദ്ധേയമാണ്. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് അറിയാമെന്നാണ് ഇന്ത്യ ഒട്ടാകെ നമ്മൾ നടത്തിയ സർവേയിൽ 56% ആളുകൾ പറയുന്നത്. 22% ആളുകൾക്ക് അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. അഭിപ്രായമില്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലും 22% ആളുകളുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് അറിയാമോ എന്ന ചോദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ വെച്ചിരുന്നു. മറ്റൊരു ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചത്, അത് ഈ ആളുകളോട് ചോദിക്കുന്നു, നമ്മൾ സർവേയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മുന്നിൽ ചെല്ലുമ്പോൾ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, അത് ആ ചോദ്യം ഇതാണ്: സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രവർത്തനം. അത് നമ്മൾ ഈ കേരളത്തിൻ്റെ പുതിയ സാഹചര്യത്തിൽ സഹിത്ത് അതിനോട് ചേർന്ന് നമ്മൾ ഇതിൻ്റെ ഒപ്പീനിയൻ പോളിൻ്റെ റിസൾട്ട് വന്നതും അതും ശ്രദ്ധേയമായ ഒന്നായി മാറി. സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രവർത്തനം തൃപ്തികരമാണോ എന്ന് ചോദിച്ചപ്പോൾ 24% ആളുകളാണ് വളരെ തൃപ്തികരം. അത് രണ്ടും ഒരുപോലെയാണ്. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ വിലയിരുത്തുകയാണ്. 24% ആളുകൾ വളരെ തൃപ്തികരമെന്ന് പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. തൃപ്തികരമെന്ന് പറയുന്നത് 10% ആളുകളാണ്. തൃപ്തിയോ അതൃപ്തിയോ ഇല്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 22% ആളുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്ത 16% ആളുകളുണ്ട്. നേരിയ അതൃപ്തി 25%, നേരിയ അതൃപ്തി മുഖ്യമന്ത്രിയോട് 29%, സമ്പൂർണ്ണ അതൃപ്തിയുള്ള 18%, 22% ആളുകളാണ്. ഇതൊക്കെ ഈ സർവേ ഫലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതെ, ഈ കണക്കുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സർക്കാരിന്റെ പ്രവർത്തനം ഉദാഹരണമായി എടുക്കാം. 24% ആളുകൾ അങ്ങേയറ്റം തൃപ്തിപ്പെടുന്നവരാണ്. 10% ആളുകൾ വീണ്ടും ആ തൃപ്തി രേഖപ്പെടുത്തുന്ന ആളുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 50-50% സർക്കാരിന് യോഗ്യത ജനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചിത്രം. മുഖ്യമന്ത്രിയുടെ കണക്ക് പറയുമ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അത് മുഖ്യമന്ത്രിയുടെ 22% ഒക്കെ 24% ആളുകൾ വെരി സാറ്റിസ്ഫൈഡ് എന്ന് ഗണത്തിൽപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും അത് ഒരു വിലയിരുത്തലാണ്. സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒരു വിലയിരുത്തലാണ്. മറ്റൊരു ചോദ്യം, ശ്രദ്ധേയമായ ഒരു ചോദ്യം, നമ്മൾ ഈ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുള്ള, ഒപ്പം ജനങ്ങൾ കൂടുതൽ പ്രതികരിച്ച ചില ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആൾ ആര് എന്ന ഒരു ചോദ്യം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ വെച്ചിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അതിൽ നമുക്കറിയാം, സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തന്നെയാണ് ആ പ്രധാനമന്ത്രി യോഗ്യതയിൽ മുന്നിലുള്ളത് എന്നതും പ്രധാനമാണ്. അങ്ങനെ ഒരു ചോദ്യം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ വെച്ചിരുന്നു. അതിനും ഈ ആളുകൾ, സർവേയിൽ പങ്കെടുത്ത ആളുകൾ വളരെ കൃത്യമായി തന്നെ മറുപടി നൽകിയതും നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യവും പ്രധാനമന്ത്രിക്ക് ആകാൻ യോഗ്യതയുള്ളതാണ്. അത് കേരളത്തിലും, രസകരമായ കാര്യം, കേരളത്തിലും ദേശീയതലത്തിലും രണ്ടായി തന്നെയാണ് ആ വിഷയത്തിൽ ഒരു മറുപടി വന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാരണം കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത് ആ ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ. പക്ഷേ ദേശീയതലത്തിൽ നരേന്ദ്രമോദിക്ക് മൃഗീയമായ ഒരു ഭൂരിപക്ഷം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് കേരളീയരുടെ മനസ്സിൽ ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ എന്നുള്ളത് പ്രധാനമാണ്. കാരണം രാഹുൽ വീണ്ടും ഇവിടെ മത്സരിക്കുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ച് വലിയ തരംഗം കേരളത്തിലുണ്ടാക്കി. ഇത്തവണയും രാഹുലിന്റെ വരവ് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കും എന്ന സൂചനകളും ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ആർക്ക് എന്ന ചോദ്യത്തിനും ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്, ആളുകളുടെ ഭാഗത്ത് നിന്ന്, ഈ സർവേയിൽ പങ്കെടുത്തവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയിൽ ഒട്ടാകെ നടത്തിയ സർവേയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ കേരളത്തിൽ രാഹുലിന്റെ ഭാഗത്താണ് ഈ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഏതായാലും 20%, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 58% ആളുകളാണ്, 58% ആളുകളാണ് ഈ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ഇന്ത്യ ഒട്ടാകെയുള്ള സർവേയിൽ മുന്നോട്ട് വെച്ചത്. 20% ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചത്. 11% ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ മമതാ ബാനർജിയുടെയും 11% അരവിന്ദ് കെജ്രിവാളിന്റെയും പേരുകൾ നിർദ്ദേശിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും നമ്മൾ
242 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സർവേ ഫലങ്ങളാണ് ഇന്നലെ ആദ്യഘട്ടമായി പുറത്തുവിട്ടത് എന്നതും പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇതിൽ 174 ഇടത്താണ് NDA സഖ്യം മുന്നേറുന്നത്, അവർക്ക് സീറ്റ് ലഭിക്കുന്നത്. 61 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. അതേഴ്സ് എന്ന കാറ്റഗറിയിൽ BSP അടക്കമുള്ള കക്ഷികളാണ്. 7 പേർക്ക്, അകാലിദളൊക്കെ അതിൽ പെടുന്നതാണ്. 7 പേർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണയുണ്ട്. ഈ 7 പേരും ഒരുപക്ഷെ അടുത്ത സർക്കാർ രൂപീകരിക്കുന്ന ആളുകളെ പിന്തുണച്ചേക്കാം എന്നുള്ള സാധ്യതകൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്ക് ഡാനി പോളിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. ഡാനി, ഈ സർവേ ഫലങ്ങളിൽ പ്രധാനമായ ഒന്ന് മധ്യ കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പ്രവചിക്കുന്നു എന്നുള്ളതാണ്. അത് തൃശ്ശൂരാകാം എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം തൃശ്ശൂരിലാണ് BJP ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നത്. മറ്റൊന്ന് ഇടതുമുന്നണിയുടെ ഒരു തേരോട്ടം ഒരുപക്ഷെ 4 സീറ്റുകളിലെങ്കിലും ഉണ്ടായേക്കാം എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും സീറ്റ് നഷ്ടം UDF-നാണ്. ഈ ആദ്യഘട്ട